നമുക്ക് ഇന്നൊരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാഞ്ഞ് വന്നിട്ട് നമുക്ക് എനിക്ക് സവോള ഇടാം. 2 സവോളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒത്തിരി സവോള കൂടുതൽ കിടന്നോട്ടെ. അപ്പോൾ അത് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിടാൻ പോവാണ്. അപ്പോൾ ആ സവോള വേഗം വഴന്ന് വന്നോളും. കറിയിലേക്ക് പിന്നെ ഉപ്പിടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടാൻ നോക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള വേഗം വഴന്ന് വന്നത് എളുപ്പത്തിലുള്ളൊരു കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ നാളികേരം അതൊന്നും ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. ഞാൻ എന്നാൽ എളുപ്പത്തിലാവുകയും സവോള മരുന്ന് വല്ലാണ്ട് മൊരിഞ്ഞൊന്നും വേണ്ട. അതിന് ഞാൻ പച്ചമുളക് വേപ്പിലിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ പച്ചമുളക് ഒരു 3 പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ വേപ്പല് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണല്ലോ. അത് പച്ചമുളക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചതച്ച് നമുക്ക് അതിലേക്ക് ബീറ്റ്റൂട്ട് ഇടാം. അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടിയിട്ട് വേവിക്കാം. അടി ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് ഇരിക്കും. ചെറുതീയിലിട്ടിട്ട് വേണം വേവിക്കാം. ഉള്ളൊന്നും കരിഞ്ഞ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പം ബീറ്റ്റൂട്ട് ആയി വന്നിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബീറ്റ്റൂട്ട് വേണമെങ്കിൽ നാളികേരം ചെറിയിട്ടില്ല. പക്ഷെ ഞാൻ ഇത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് ആവശ്യമില്ല. അത് നാളികേരം ഉണ്ടെങ്കിൽ നല്ല കറിയാണ്. നമുക്ക് തൈര് കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറികളും ചാറ് കറി ഉണ്ടാക്കിയിട്ട് ഇതൊരു തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.